എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ കാർട്ടൂൺ മീഡിയയിലേക്ക് സ്നേഹപൂർവമായ സ്വാഗതം. ഞാനിന്ന് വരയ്ക്കാൻ പോകുന്നത് നമ്മുടെ ഭരണകക്ഷിയായ CPM-ൻ്റെ ഒരു ജനവിരുദ്ധ നയത്തെ പറ്റിയാണ്. ജനവിരുദ്ധ നയമെന്ന് പറഞ്ഞാൽ അവരുടെ ഈയിടെ നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരുന്ന സകല വൃത്തികേടുകൾക്കും തെമ്മാടിത്തരങ്ങൾക്കും കൊള്ളരുതായ്മകൾക്കും പിന്നിൽ ഇവരുണ്ട്. അതാണ് നമ്മൾ ഇന്നത്തെ ഈ കാർട്ടൂണിൽ കൂടെ പറയുന്നത്. നമ്മൾ കുറേ കാലമായിട്ട് നമ്മളിത് പറഞ്ഞു കേൾക്കുന്നതാണ്. നമ്മുടെ സിദ്ധാർത്ഥൻ്റെ മരണം തന്നെ നമുക്ക് അതിനൊരു ഉദാഹരണമാണ്. സിദ്ധാർത്ഥൻ്റെ മരണം ഇവരുടെ CPM-ൻ്റെ കുട്ടിക്കുരങ്ങന്മാരായിരുന്നു അത് പീഡിപ്പിച്ച് അവനെ കൊന്നത്. എന്നിട്ട് ആ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി ഇപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അതേപോലെ തന്നെയാണ് നമ്മുടെ ADM നവീൻ ബാബുവിനെ കൊന്നത് ഇവരുടെ ആൾക്കാർ തന്നെ. പക്ഷേ അവരെ അതിൻ്റെ പ്രതികളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് പാർട്ടി സകലവിധ ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ അവസാന ഘട്ടമായിട്ട് അവരുടെ പാർട്ടിക്കാർ തന്നെയായ ഈ നവീൻ ബാബുവിൻ്റെ ഭാര്യ നീതിന്യായ വ്യവസ്ഥയെ സമീപിച്ചപ്പോൾ അവിടെ നിന്ന് പോലും അവർക്ക് നീതി കിട്ടാതിരിക്കാനായിട്ട് സകലവിധ തന്ത്രങ്ങളും പയറ്റുകയാണ് CPM ഇപ്പോൾ ചെയ്യുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു, മറ്റേ തിരുവനന്തപുരത്ത് റോഡടച്ച് തിരക്കേറിയ റോഡ് ബന്ധിപ്പിച്ച് സ്റ്റേജ് കെട്ടി ഇവരുടെ സമ്മേളനം നടത്തിയിട്ട് അവിടെ നാടകവും നടത്തി. മറ്റൊരു വേറെ ഏതെങ്കിലും ഒരു സംഘടനയോ ഏതെങ്കിലും ഒരു പാർട്ടിയോ ആണെങ്കിൽ ഇവർ വെറുതെ ഇരിക്കുമോ? അല്ലെങ്കിൽ ഈ മറ്റേ നഗരസഭ വെറുതെ ഇരിക്കുമോ? സർക്കാർ പോലീസൊക്കെ വെറുതെ ഇരിക്കുമോ? ഇപ്പം ഇവരുടെ സ്വന്തം പാർട്ടിയുടെ കാര്യമായതുകൊണ്ട് എല്ലാവരും കണ്ണടച്ചു അവർക്ക് എന്തുമാകാം. വീട്ടിലെ കാരണവർക്ക് അടുപ്പിലുമാകാമെന്ന് പറഞ്ഞ അവസ്ഥയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് ഇവരുടെ കുട്ടിക്കുരങ്ങന്മാർ യൂണിവേഴ്സിറ്റി കോളേജിൽ ഒരു അംഗപരിമിതനെ ക്രൂരമായി മർദ്ദിച്ചത്. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ആ അംഗപരിമിതൻ്റെ കാല് തല്ലി ഓടിക്കുമെന്നാണ് ഇവരുടെ ഭീഷണി. അങ്ങനെ SFI ആയാലും DYFI ആയാലും CATU ആയാലും CPM ആയാലും ഏത് പ്രായപരിധിയിലുള്ളവരാണെങ്കിലും ഈ ദ്രോഹപ്രവർത്തികൾക്ക് ഇവരങ്ങ് മുന്നിട്ട് ഇറങ്ങുവാണ്. കഴിഞ്ഞ ദിവസം നഗരസഭയിൽ സമരം നടത്തിയ അതും അവരുടെ ആൾക്കാർ തന്നെയാണ്, CATU തൊഴിലാളികളാണ്. ശുചീകരണ തൊഴിലാളികൾ കുടില് കെട്ടി സമരം നടത്തിയപ്പോൾ ഇവരുടെ തന്നെ പോലീസിനെ വിട്ട് അത് കുടിലെല്ലാം പൊളിച്ച് കളഞ്ഞ് അവരെ അറസ്റ്റ് ചെയ്ത് ജയിലിലാക്കി. ഇതേ ആളുകളാണ് റോഡടച്ച് സ്റ്റേജ് കെട്ടി നാട്ടുകാരെ ബുദ്ധിമുട്ടുണ്ടാക്കിയത്. അതിനൊരു കേസുമില്ല. ഇത് ഫുട്പാത്തിലാണ് ഇവർ ഈ സമരക്കാർ കുടിൽ കെട്ടി സമരം ചെയ്തത്. അന്നേരം അവർക്ക് പറ്റത്തില്ല. അവരുടനെ തന്നെ അവരെല്ലാം അടിച്ചോടിച്ച് ഇങ്ങനെ അടിച്ചോടിക്കുന്നതിനും സമരപ്പന്തൽ കത്തിക്കുന്നതിനും JCB ഇറക്കി ഇങ്ങനെയുള്ള ആൾക്കാരെ തുരത്തുന്നതിനോ ഒക്കെ എതിരെ UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ സമരം നടത്തുന്നവരാണ് ഇവർ. അവരുടെ കാട്ടായമാണ് നമ്മളിപ്പോൾ ഈ കാണുന്നത്. അങ്ങനെ എല്ലാ തരത്തിലും ഇവരെ കൊണ്ട് പൊറുതുമുട്ടിരിക്കുകയാണ് ജനം. അതായത് ഇവർ ഭരിക്കുമ്പോൾ അവർക്ക് തോന്നിവാസം, അവരെ ചോദ്യം ചെയ്യാനും ആർക്കും അവകാശമില്ല. അവർ ചെയ്യുന്നതെല്ലാം അനുഭവിച്ച് ബാക്കിയുള്ളവരിങ്ങനെ ഉണ്ടായിരുന്നതാണ്. അതായത് ഈ CPM ബാക്കിയുള്ള പാവപ്പെട്ടവരെ അങ്ങ് വേട്ടയാടുകയാണ്. അതാണ് ഇന്നത്തെ ഈ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം. നമ്മൾ കഴിഞ്ഞ തവണത്തെ കാർട്ടൂണിൻ്റെ ഇതിവൃത്തം ഈ അരിവാളിൻ്റെ വെച്ചിട്ടാണ് ചെയ്തത്. അരിവാൾ ചുറ്റിയ നക്ഷത്രം ഇപ്പം മൊത്തം കത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ബേസിലായിരുന്നു അത് ചെയ്തത്. ഒരുപാട് പ്രശ്നങ്ങൾ നേരിടുകയാണ് CPM ഇപ്പോൾ. അതിൻ്റെ തന്നെ വേറൊരു വേർഷനാണ് നമ്മൾ ഇന്ന് വരയ്ക്കുന്നത്. അതായത് CPM മാർക്സിസ്റ്റുകാരിങ്ങനെ പാവപ്പെട്ടവരെ വേട്ടയാടുന്ന ഒരു ചിത്രമാണ് നമ്മളിന്ന് ചെയ്യുന്നത്. എല്ലാ മാന്യപ്രേക്ഷകർക്കും ഈ വീഡിയോയിലേക്ക് സ്നേഹപൂർവ്വമായ സ്വാഗതം. കാർട്ടൂണിൻ്റെ റഫ് ഇതാണ്. അരിവാൾ ചുറ്റുക നമ്മൾ അശ്വമേധം എന്നൊക്കെ പറഞ്ഞ് ഒരു കുതിരപ്പുറത്ത് ഇങ്ങനെ വരുവാണ്, ഈ ചാട്ടയൊക്കെ ചുഴറ്റി. ഇരിക്കുന്ന കാട്ടാളനാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ CPM-ൻ്റെ നേതാക്കൾ. അവരുടെ പ്രതീകമായിട്ടാണ് ഈ കാട്ടാളനെ നമ്മൾ വരച്ചിരിക്കുന്നത്. അവർ ഓടിക്കുന്നത് പാവപ്പെട്ട സാധാരണക്കാരെയാണ്. അവരുടെ സാമ്രാജ്യം മതി ഇവിടെ. ബാക്കി എല്ലാവരെയും അവർ ഭീഷണിപ്പെടുത്തി ഓടിക്കുകയാണ്. ഇവരുടെ ഭീഷണി കൊണ്ട് സാധാരണക്കാർക്ക് ഇപ്പോഴും
ജീവിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയിലെത്തിയിട്ടുണ്ട്. ഇതാണ് ഈ കാർട്ടൂണിൻ്റെ റഫ്. നമുക്കിനി ഇതിൻ്റെ ഇങ്കിങ്ങിലോട്ട് കിടക്കാം. അപ്പോൾ ഈ ഭയചകിതനായി ഓടുന്ന ഈ പാവപ്പെട്ടവനെ നമുക്ക് ആദ്യം പറയാം. ഇപ്പോൾ അവസാനമായിട്ടുള്ള ഇവരുടെ ഒരു ജനസ്നേഹമാണ് നമ്മളെ കറണ്ട് ചാർജ് വർധനയിൽ കൂടെ കാണുന്നത്. അവരായതുകൊണ്ട് കുഴപ്പമില്ല, ഭരിക്കുന്നവരായതുകൊണ്ട് കുഴപ്പമില്ല. ഇപ്പം വേറെ ഏതെങ്കിലും ഒരു കക്ഷി ഭരിച്ചിരുന്നെങ്കിൽ ഇപ്പം സമരങ്ങളുടെ ഒരു വേലിയേറ്റം ഉണ്ടായിരുന്നു. ഇതിപ്പോൾ പ്രത്യയശാസ്ത്രപരവും ഒക്കെ ആയിട്ടുള്ള വിലക്കയറ്റമാണ്. അതുകൊണ്ട് സമരം നടത്തത്തില്ല. മറ്റ് ബാക്കി വേറെ ആരെങ്കിലും ആണ് ഭരിക്കുന്നതെങ്കിൽ അത് ജനങ്ങൾക്ക് എതിരായതിന് ഇവർ സമരത്തിന് ഇറങ്ങിയത്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഈ മറ്റേ കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കുമെന്നാണ് മന്ത്രി പറഞ്ഞുകൊണ്ടിരുന്നത്. സകല സാധനങ്ങൾക്കും തൊട്ടനും പിടിച്ചതിനും ഒക്കെ വിലക്കയറ്റമാണ്. ഇപ്പോൾ അവസാനമായിട്ട് ആണ് കറണ്ട് ചാർജ് വർദ്ധിപ്പിക്കാൻ പോണത്. പക്ഷേ ഇവർ ഭരിക്കുന്നതുകൊണ്ട് യാതൊരുവിധ സമരങ്ങളുമില്ല. നമ്മൾ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടല്ലോ, ശിശുക്ഷേമ സമിതിയിൽ ഇവരുടെ പാർട്ടിക്കാരായ ഒരു കുട്ടിയോട് ചെയ്തത്, ഒരു പെൺകുട്ടിയോട് ചെയ്തത്. പിന്നെ ഇപ്പോൾ ശിശുക്ഷേമ സമിതിയിലെ എല്ലാ കുട്ടികൾക്കും കൗൺസിലിംഗ് കൊടുക്കാൻ പോകുന്നൊരു വാർത്ത ഉണ്ട്. ഇവരുടെ പീഡനം സഹിക്കാതെ അവിടെ കഷ്ടത അനുഭവിക്കുന്ന കുട്ടികൾക്ക് ഇവർ ഭയങ്കര മനുഷ്യനാകണമെന്നും പറഞ്ഞുള്ള പാട്ടും പാടി നടക്കുന്ന മനുഷ്യസ്നേഹികളാണ്. പക്ഷെ കയ്യിലേക്ക് മുഴുവൻ ഇത്തരത്തില്ല. ഇത് നമ്മുടെ ഇപ്പോഴത്തെ നേതാക്കളെയാണ് ഉദ്ദേശിക്കുന്നത്. CPM ഇപ്പോഴത്തെ നേതാക്കന്മാരെയാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാം പ്രാകൃതന്മാരാണ്, കാളന്മാരാണ്. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതിനകത്ത് ഒരു അറപ്പും ഉളുപ്പും ഇല്ലാത്തവന്മാരാണ്.
പാവപ്പെട്ടനെ പിന്നെ വേട്ടയാടാനായിട്ട് വിട്ട് ഓടിക്കുവാണ്. എൻ്റെ കയ്യിലിരിക്കുന്ന ചാട്ടവാറാണ്. അപ്പോൾ ഇന്നത്തെ ഈ കാർട്ടൂൺ കഴിഞ്ഞിട്ടുണ്ട്. ഇതാണ് കാർട്ടൂണുകളാണ്. ഈ കമ്മ്യൂണിസം മാർക്സിസം എന്ന ഒരു ഭൂതം പാവപ്പെട്ടവരെ സാധാരണക്കാരെ ഇട്ടുകൊണ്ട് ഓടിക്കുകയാണ്, ഭീഷണിപ്പെടുത്തി. സാധാരണക്കാരെ ജയിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥയായിട്ടുണ്ട് ഇപ്പോൾ. ഇന്നത്തെ ഈ കാർട്ടൂണിൽ വിട പറയുന്നു.